ജാസ്മിൻ ചെയ്യുന്നതിൽ നിന്ന് 10 മടങ്ങാണ് വിമർശിക്കുന്നവരുടെ വാക്കുകളും പ്രവൃത്തികളും വൃത്തികെട്ട രീതികളും നമ്മളിവിടെ സൈബർ എടുത്ത് കണ്ടു തുടങ്ങുന്നത്. ഇവരൊക്കെ ഇവളെ വിറ്റ തിന്നുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം എല്ലാവർക്കും അന്നം കൊടുത്തവള് വിന്നറാവണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമായിട്ട് വന്നേക്കുന്നു. ഞാൻ ജാസ്മിൻ്റെ നല്ലതും ചീത്തയും പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. പൊതുവേ എൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ തെറ്റിനെ പോയിൻ്റ് ഔട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കൊലപാതകം ചെയ്തു, ഒരു പിഞ്ചു കൊച്ചിനെ റേപ്പ് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ ആ മനുഷ്യനെ എക്സിസ്റ്റ് ആവണ്ട എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കും. കാരണം അവനൊന്നും ജീവിക്കാൻ ഒരു റൈറ്റും ഇല്ല. പക്ഷേ അല്ലാത്ത പക്ഷം ഉള്ള തെറ്റുകുറ്റങ്ങൾ മനുഷ്യന്മാരാണ്, തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും. ചില തെറ്റുകുറ്റങ്ങൾ ഈ പറഞ്ഞ മാതിരി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പൊറുക്കാൻ പറ്റത്തില്ല. അപ്പം ദിയ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് വിയോജിപ്പുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ചില ട്രോൾ പേജസൊക്കെ ഒരു പെൺകുട്ടിയാണെന്നുള്ളൊരു ഇത് കൊടുക്കുക. ചില വാട്സപ്പ് മെസ്സേജസൊക്കെ ഭയങ്കര വൾഗറായിട്ട് സംസാരിക്കുകയും മുന്നോട്ടൊരു ലൈഫ് ഉണ്ടെന്നുള്ള രീതിയിൽ മറന്നിട്ട് സംസാരിക്കുകയും വീഡിയോസ് ചെയ്യും, കമൻറ്റ് ഇടുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഈ കമൻറ്റ് ഇടുകയും വീഡിയോ ചെയ്യുന്ന ആളുകളും ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ ആ പെൺകുട്ടിയെ ഇങ്ങനെ തേച്ചൊട്ടിച്ച് സംസാരിക്കുമ്പോൾ ഇവരെല്ലാം പെർഫെക്റ്റ് ആണെന്നാണ് ഇവരുടെ വിചാരം. അപ്പം ഞാനും ഈ ചെയ്യുന്ന ആക്ടിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഒറ്റയ്ക്ക് നല്ല ഇൻഡിവിജ്വൽ പ്ലെയേഴ്സാണ്. പക്ഷെ കോംബോ ആയിക്കഴിയുമ്പോൾ ഇവരുടെ ഇൻഡിവിജ്വാലിറ്റി, പ്ലേ ടാലൻസ് പുറത്തേക്ക് വന്നില്ല. അവിടെയാണ് ഒരു ഫെയിലിയർ സംഭവിച്ചത്, റൂട്ട് മാറിപ്പോയി. അപ്പോൾ ദിയ പറയുന്നത്, ഇപ്പോൾ ദിയ PR ആണ്, അതാണ് ഇതാന്നുള്ള വർത്താനം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ എല്ലാവർക്കും PR ഒക്കെ ഉണ്ട്. PR ഒന്നും ഇല്ലാതെ BBയിലോട്ട് പോകാനൊന്നും പറ്റത്തില്ല. അപ്പം ദിയ പറയുന്നത് പുറത്തെ ആൾക്കാർ നല്ല രീതിയിൽ പിച്ചു ചീന്തിയിട്ടുണ്ട്, നല്ല രീതിയിൽ വിറ്റ് തിന്നിട്ടുണ്ട്. അതൊക്കെ വരട്ടെ. കാരണം എല്ലാവരും എല്ലാവരുടെ രീതിയിലും വീഡിയോസ് ചെയ്യുകയും റിവ്യൂ ചെയ്യുകയും കാര്യങ്ങൾ സംസാരിക്കുകയും. ഇപ്പോൾ ദിയാസനെ ആണെങ്കിലും ഈ വീഡിയോയിൽ വന്നിരുന്ന് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താലും ഈ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പുറത്തും കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. സോ വിറ്റ് തിന്നുള്ള പ്രയോഗമൊക്കെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം, മോശമായ രീതിയിൽ സംസാരിച്ചിരുന്ന ആൾക്കാരുകളുണ്ട്, ഐ അക്സെപ്റ്റ് ദാറ്റ്. ഓക്കെ. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് ആ കുട്ടി വിന്നർ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. കാരണം ഞാൻ, രാജ് ടോക്സ്, സമ്മ മീഡിയ, അതേപോലെ വിവി, അവരൊക്കെ ഈ പറഞ്ഞ മാതിരി അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന ആക്ടിനെ പറ്റിയിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. കാരണം ഒരുപാട് ചാൻസസ് കൊടുത്തു, പുറത്തുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞു, പാരൻസ് ചെന്ന് സംസാരിച്ചു. ഒരു 25 വയസ്സുള്ള കുട്ടിക്ക് ഇതൊക്കെ മെസ്സാണെന്ന് മനസ്സിലാക്കാനും ക്ലിയർ ചെയ്യാനുള്ള സമയമൊക്കെ ഒരുപാടുണ്ടായിരുന്നു. എന്നിട്ടും ആ വ്യക്തി ക്ലിയർ ആക്കിയിട്ടില്ല. സോ പുറത്തുള്ള ആൾക്കാരിങ്ങനെ പിച്ച് ചീന്തിയുണ്ട്, അവളെ ഒറ്റപ്പെടുത്താൻ നോക്കിയോണ്ട് അവൾ വിന്നർ ആവണമെന്ന് പറഞ്ഞാൽ നടപടിയാവില്ല. എനിക്കറിയത്തില്ല ആരാണ് വിന്നർ ആവാൻ പോകുന്നത്, ഒന്നാമത്തെ കാര്യം. അതിൻ്റെ ഉള്ളിൽ ഇപ്പം ഗെയിം കപ്പ് ഡിസേർവ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ജിൻഡപ്പനെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും ജിൻഡപ്പൻ ഈ പറഞ്ഞ മാതിരി ഒറ്റപ്പെട്ട് പോയെന്നുള്ളൊരു ഫീലിന് നമുക്ക് തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ജേർണിയിൽ ഒറ്റപ്പെടൽ നമുക്ക് ഫീൽ ചെയ്തിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. അപ്പം ചെയ്ത പ്രവൃത്തികളെയാണ് പുറത്ത് സംസാരിച്ചിട്ടുള്ളൂ. കാരണം അത് ആ റിവ്യൂവറായിട്ട് തന്നെയാണെങ്കിലും ചെയ്ത ആക്ടിനെയും പറഞ്ഞ കാര്യങ്ങളെയും ഉപയോഗിച്ച രീതികളെയും പിന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് ചെയ്തുകൊണ്ട് ആ കുട്ടിക്ക് ഹൈജീൻ കുറഞ്ഞു പോയി, അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ ജാഫർ അങ്കിൾ വിളിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ബ്ലോക്കാന്നുള്ള രീതിയിൽ സംസാരിച്ചു. അത് കഴിയുമ്പോൾ ആ കൊച്ചിനെ കയ്യിൽ നിന്ന് തന്നെ പോയി. സത്യം പറഞ്ഞ അച്ഛൻ വിളിച്ചു ഒച്ചപ്പാടുണ്ടാക്കി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞ് കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിന് ജസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ അതാണ് ആക്ച്വലി സംഭവിച്ചത്. പുറത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ള ഏറ്റവും സെറ്റ് കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കുകയും നന്നായിട്ട് കളിക്കാനുള്ള പറ്റുന്ന ഒരു സ്ട്രോങ് പ്ലെയർ, ഇപ്പോൾ പുറത്ത് കമ്മിറ്റഡ് ആണെങ്കിൽ അകത്ത് ഗെയിം കളിക്കാൻ പാടില്ലേ? ഓഫ് കോഴ്സ് കളിക്കാം, പക്ഷെ അതിൻ്റേതായ എത്തിക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പുറത്തെ ആൾക്കാരിങ്ങനെ പിച്ച് ചെയ്യുന്നു. അതുകൊണ്ട് കപ്പ് കിട്ടണം എന്നല്ല ദിയ ഞാൻ ഉദ്ദേശിച്ചത്. ആള് സ്ട്രോങ് ആണ്, ഫൈറ്ററാണ്, നല്ല രീതിയിൽ ഗെയിം കളിച്ച് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ സൊസൈറ്റിയിലോട്ട് വെളിപ്പെട്ടു. കാരണം ആസ് എ പേഴ്സൺ എന്താണെന്നുള്ള രീതിയിൽ വെളിപ്പെടാൻ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഡിസേർവ് ചെയ്യുന്ന ആൾക്ക് ഗെയിം കിട്ടിയിട്ട്, ഇപ്പോൾ ദിയയ്ക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. ഇപ്പോൾ ജിൻഡപ്പൻ കപ്പ് കിട്ടണമെന്ന് പറയുന്നവരുണ്ട്, ദിയയ്ക്ക് ജാസ്മിൻ കപ്പ് കിട്ടുന്നതായിരിക്കും ഇഷ്ടം. ഇതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായമാണ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നുള്ളൂ. പക്ഷെ ഉപയോഗിച്ചൊരു പദം അത്രയും വലിച്ചു കീറി ഇതാക്കിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അതുകൊണ്ട് കപ്പ് കിട്ടുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ സംസാരിച്ചത്. കാരണം ഞാൻ അത്ര മോശമായിട്ട് സംസാരിച്ചിട്ടില്ല, 2 വശവും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ ഞാൻ ഈ പറഞ്ഞ രാജ് ടോക്സും ബിബി ഹിയറും സമ്മർ മീഡിയയൊക്കെ ആണെങ്കിലും ചെയ്ത കാര്യങ്ങൾ സംസാരിച്ചുള്ളൂ. ഓഫ് കോഴ്സ് ഞാൻ അടക്കം കണ്ടിട്ടുണ്ട്, ഞാൻ അടക്കം കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. ചില കമൻറ്റ്സ്, ചില വാട്സപ്പ് ചാറ്റ്സ്, ചില സംഭവങ്ങൾ പെറ്റത്തള്ള സൈക്കിൾ അതേപോലത്തെ രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വശത്തെ പറ്റിയിട്ടാണ് ദിയ ഹൈലൈറ്റ് ചെയ്തത്. കാരണം ഈ പറയുന്നവരും ഈ കമൻറ്റ് ഇടുന്നവരും അത്ര നല്ല പിള്ളകളൊന്നുമല്ല, അത് വേറൊരു വിഷയം. അവർ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി
ജാസ്മിൻ്റെ രീതിയിൽ ഗെയിം കളിച്ചു, അടി കൊണ്ടിട്ടും നെഗറ്റീവിലൂടെയാണ് പോയെന്നുണ്ടെങ്കിൽ ആൾ ഇവിടം വരെ എത്തി എന്നുള്ളൊരു ഫാക്ടർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ അതേപോലെ തെറ്റുകൾ തിരുത്തി ജാസ്മിൻ്റെ അപ്പുറത്തൊരു ഒപ്പോണൻറ്റും കൂടി കയറി വരുന്നുണ്ട് നമ്മുടെ ജിൻ്റെപ്പൻ. അപ്പോൾ നമുക്ക് നോക്കാം ആർക്കാണ് കപ്പ് കിട്ടാൻ പോകുന്നത് എന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ടും അവർക്കൊരു ലൈഫും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് ഗെയിം സ്പിരിറ്റിൽ വെച്ച് നോക്കുമ്പോൾ ലൈക്ക് ജാസ്മിനെ കമ്പാരിറ്റീവ്ലി വെച്ച് നോക്കുമ്പോൾ ജിൻ്റെപ്പൻ നന്നായിട്ട് ട്രൈ ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ്. ജിൻ്റെപ്പൻ്റെ ക്വാളിറ്റീസ് ഒരുപാടുണ്ട്. ലൈക്ക് അത് ഞാൻ എപ്പോഴും പറഞ്ഞ് ഞാനിനി ഒരു ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സംഭവത്തിനോട് എനിക്ക് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഹോപ്പ് യു ഗെറ്റ് മീ ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക.